ബിഗ് ബോസ് ഹൗസിനുള്ളിൽ 11ാമത്തെ ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ജയിൽ നോമിനേഷനിൽ ഹാട്രിക്ക് നേടിയെന്ന് ലാലേട്ടൻ അനീഷിനോട് തമാശ രൂപേണ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ആഴ്ചയും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയും അനീഷ് ജയിലിനുള്ളിലേക്കാണ് പോകുന്നത്. 3 വോട്ടുകളോടെയാണ് അനീഷ് ഇത്തവണയും ജയിലിലേക്ക് പോകുന്നത്. പക്ഷേ ഈ ആഴ്ചത്തെ ജയിലിലെ താരം അനീഷ് അല്ല, മറിച്ച് അനുമോളാണ്. കാരണം വേറൊന്നുമല്ല, ബാക്കിയുള്ള 9 പേരുടെയും വോട്ടോടു കൂടിയാണ് അനുമോൾ ഇത്തവണ ജയിലിലേക്ക് പോകുന്നത്. അനുമോളുടെ ജയിൽ എൻട്രി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്. എന്നാൽ അനീഷിൻ്റെ കാര്യമാവട്ടെ നമ്മളൊട്ടും പ്രതീക്ഷിച്ചിരുന്നുമില്ല. കാരണം മുൻപത്തെ ആഴ്ചകളെ അപേക്ഷിച്ച് ഈ ആഴ്ച അനീഷ് വളരെയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നുപോയ ഒരു ആഴ്ചയായിരുന്നു. ഇനി നമുക്ക് നോമിനേഷൻ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ആദ്യം നോമിനേഷൻ ചെയ്യാൻ കിട്ടിയ അവസരം അനീഷിന് തന്നെയായിരുന്നു. അനീഷ് നോമിനേറ്റ് ചെയ്തത് ആര്യനെയും അനുമോളെയുമായിരുന്നു. രാവിലെ നടന്ന ടോയ്ലറ്റ് ഇഷ്യൂവിൻ്റെ പേരിലാണ് അനീഷ് ആര്യനെ നോമിനേറ്റ് ചെയ്തത്. അനുമോളെയാകട്ടെ കിച്ചണിൽ നടന്ന വിഷയത്തിൻ്റെ പേരിലും. അനീഷിന് പുറകെ വന്ന ആര്യൻ അനീഷിനെയും അനുമോളെയും നോമിനേറ്റ് ചെയ്തു. ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ആര്യനെയും അനുമോളെയുമാണ്. ഒരു കാര്യം കോമണായി തന്നെ പറയട്ടെ, എല്ലാവരും അനുമോളെ കിച്ചണിൻ്റെ പേരിൽ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ നോമിനേഷൻ്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. ഷാനവാസ് ആര്യനെ നോമിനേറ്റ് ചെയ്യാൻ ചൂണ്ടിക്കാണിച്ച കാര്യമാകട്ടെ ഇന്നലെ നടന്ന സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്കിൽ ആര്യൻ മഞ്ഞ കാർഡുകൾ ഒളിപ്പിച്ചു വെച്ച കാര്യമായിരുന്നു. പിന്നീട് വന്ന ആദിലയാകട്ടെ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയാണ്. അനീഷ് ഫേവററ്റിസം കാണിച്ചുവെന്നാണ് ആദില ആരോപിച്ചത്. ഇന്നലത്തെ ടാസ്കിൽ അനീഷിന് കിട്ടുന്ന ഭക്ഷണം മറ്റുള്ള 3 പേരുമായി ഷെയർ ചെയ്യണമെന്നുള്ള പണിയും കിട്ടിയിരുന്നു. അനീഷിൻ്റെ കയ്യിലുള്ള ഭക്ഷണപാത്രത്തിലെ ഭക്ഷണമായിരുന്ന ഉരുളക്കിഴങ്ങ് ആദില ചോദിച്ചപ്പോൾ പരിഗണിക്കാമെന്നാണ് അനീഷ് പറഞ്ഞത്. ഇതാണ് ആദില അനീഷിനെതിരെ ആരോപിച്ച ഫേവറേറ്റിസം. ചോദിച്ച തനിക്ക് തരാതെ അനീഷ് മറ്റുള്ളവർക്ക് കിഴങ്ങ് കൊടുത്തു. എനിക്കിതിൽ ആദിലയുടെ നോമിനേഷൻ കുറച്ച് അൺഫെയർ ആയി തോന്നിയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ആദില ചൂണ്ടിക്കാണിച്ച വിഷയത്തേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ അപ്പുറത്തെ സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അനീഷിനെ ടാർഗറ്റ് ചെയ്ത് തന്നെ ആദില അനീഷിനെ നോമിനേറ്റ് ചെയ്യുകയായിരുന്നു. അടുത്തത് അനുമോളാണ്. അനുമോൾ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും നെവിനെയുമായിരുന്നു. ഇതിൽ നെവിൻ തനിക്കെതിരെ ഇമോഷണൽ അറ്റാക്ക് നടത്തുകയാണെന്നാണ് അനുമോൾ ആരോപിച്ചത്. നോമിനേഷനിടെ അനുമോൾ പൊട്ടിക്കരയുകയായിരുന്നു. ഇനി നമുക്ക് അനുമോൾ നെവിനെതിരെ പറഞ്ഞ ആരോപണങ്ങൾ നോക്കാം. താൻ കൈവശം വെച്ചിരുന്ന പാവകളെ നെവിൻ കട്ടുകൊണ്ടുപോയെന്നും താൻ കിച്ചണിൽ നിന്നുണ്ടാക്കിയെടുത്തുകൊണ്ടുവന്ന ഭക്ഷണത്തെ തട്ടിയെറിയാൻ നെവിൻ നോക്കിയെന്നും മാന്യമായ രീതിയിലല്ലാതെ തന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടെന്നും പിന്നാലെ നടന്ന് തന്നെ വളരെയധികം മെന്റൽ ടോർച്ചർ തരികയാണെന്നും അനുമോൾ ആരോപിച്ചു. തന്റെ കൈവശമുള്ള പാവകളെ നെവിൻ എടുക്കാൻ വന്നപ്പോഴാണ് നെവിനെ താൻ കടിച്ചതെന്നും മാന്തിയതെന്നും അനുമോൾ പറഞ്ഞു. ബിഗ് ബോസ് ഹൗസിനുള്ളിലായതുകൊണ്ടാണ് കടിയിലും മാന്തലിലും ഒതുക്കിയതെന്നും പുറത്തായിരുന്നുവെങ്കിൽ നെവിനെ കൊങ്ങയിൽ പിടിച്ച് പൊക്കുമായിരുന്നുവെന്നും അനുമോൾ പറഞ്ഞു. അടുത്തതായി അനുമോൾ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയാണ്. ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തൻ്റെ മൂക്കിന് വളവുണ്ടായിരുന്നുവെന്നും ശസ്ത്രക്രിയ പോലും വേണ്ടെന്ന് വെച്ചാണ് താൻ ബിഗ് ബോസിലേക്ക് വന്നതെന്നും ഇന്നലെ അക്ബർ തള്ളിയപ്പോൾ തൻ്റെ മൂക്ക് ചെന്ന് ബെൽറ്റിലിടിച്ചുവെന്നും ആ ഇടിയിൽ തൻ്റെ മൂക്കിൻ്റെ എല്ല് മുകളിലേക്ക് കയറിപ്പോയെന്നും അനുമോൾ ആരോപിച്ചു. നോമിനേഷൻ്റെ 2ാം പാർട്ട് വീഡിയോയ്ക്കായി കാത്തിരിക്കുക.